സ്നേഹ, ഈ അടുത്ത് നടന്നൊരു ഓൺലൈൻ ചാരിറ്റിയും ഇന്നോവ ക്രിസ്റ്റയും പിന്നൊരു 3 കോടി രൂപയും ഒരു ഫാമിലിയുടെ ഡിസിഷനും, ഇതൊക്കെയാണ് ഈ ഒരു കോണ്ടന്റ് ടോപ്പിക്ക്. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന് പറഞ്ഞുള്ളൊരു വ്യക്തി ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പലരും നല്ല സഹായങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്, പലരും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കാറുണ്ട്. എന്താണെങ്കിൽ ഈ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനെതിരെ എന്താണ് വിഷയം വന്നതെന്നുള്ളത് നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്നോവ ക്രിസ്റ്റയാണ് എല്ലാത്തിനും കാരണം. ഷമീർ കുന്നമംഗലം എന്ന് പറഞ്ഞ വ്യക്തി ഒരു നാട്ടിലൊരു കുട്ടിക്ക് SMA രോഗം വരുന്നു. ആ കുട്ടിക്ക് 3 കോടി രൂപ ആവശ്യമുണ്ട്. നാട്ടുകാരെല്ലാവരും കൂടിയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഈ പൈസ ആയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇതേപോലെ ഓൺലൈനിലൂടെ ചാരിറ്റി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നടന്നിട്ടാണ് ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചു വരുത്തുകയും അയാൾ അവിടെ നാട്ടിലെത്തി. കൊണ്ടോട്ടി കേട്ടോ, മലപ്പുറം കൊണ്ടോട്ടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തി ഇയാളുടെ നേതൃത്വത്തിൽ ഇവർ ഈ 3 കോടി രൂപ തിരിച്ച് ആ കുടുംബത്തിന് കൊടുത്തു. കുടുംബം തിരിച്ച് ഈ വ്യക്തിക്ക് ഒരു ഇന്നോവ ക്രിസ്റ്റ കാർ കൊടുക്കുന്നു. അത് ഞാനിവിടെ ഫോട്ടോ വയ്ക്കാം. നമ്മൾ കാണുന്ന ആരാണെങ്കിലും സോഷ്യൽ മീഡിയ സൈബർ സ്പേസിൽ ഇരുന്നിട്ട് 3 കോടി പിടിച്ചു കൊടുത്ത ഒരാൾക്ക് 30 ലക്ഷം രൂപേൻ്റെ ഇന്നോവ ക്രിസ്റ്റ കൊടുത്തോ എന്നുള്ളതല്ലേ നമുക്ക് തോന്നും. ആണോ? കാരണം ജസ്റ്റ് ഡെലിവർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇന്നോവ എന്ത് ചെയ്തിട്ടുള്ളത്, റിബണൊക്കെ വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ആരാണെങ്കിലും ഒരു പുതിയ ഇന്നോവ ക്രിസ്റ്റ എടുത്ത് കൊടുത്തു എന്നുള്ളതേ വിചാരിക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ചാരിറ്റിയാണ്, ആളുകളെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ ഈ ഫണ്ട് കൊടുത്ത 1 രൂപ മുതൽ ഇനി 1 ലക്ഷം കൊടുത്തവർ വരെ ചിന്തിക്കുന്ന, നമ്മളിത് പൈസ മേടിച്ചിട്ട് ചാരിറ്റി ചെയ്ത കുടുംബം ചാരിറ്റി ചെയ്യാൻ വന്ന, അതായത് ചാരിറ്റി പ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കാൻ വന്ന ആൾക്ക് ഇന്നോവ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ച 3 കോടി രൂപയെന്ന് ആണോടെ പോയെന്നുള്ള ചിന്ത അവർക്കും വരും. പിന്നെ എന്തായാലും വരും. കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത പൈസ തന്നെ അവർക്ക് കൊടുക്കേണ്ട കാര്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ എല്ലാ പൈസ നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കാൻ വേണ്ടി ചാരിറ്റി ചെയ്യണവര് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു വിവാദം കത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ന്യൂസായി. അത് നമുക്ക് ആ ന്യൂസ് കേൾക്കാം. കൊണ്ടോട്ടി മുതുവല്ലൂരിലെ 14-കാരൻ ഷാമിലിന്റെ ചികിത്സയ്ക്കാണ് ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലം പണം പിരിച്ചു നൽകിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച കൊണ്ടോട്ടി മുണ്ടക്കുളത്ത് നടന്ന ചടങ്ങിൽ നാട്ടുകാർ ഷമീർ കുന്നമംഗലത്തെ ആദരിച്ചു. ഈ ചടങ്ങിൽ വെച്ച് രോഗിയുടെ കുടുംബം ഷമീറിന് ഒരു ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായി നൽകി. ഇതാണ് വിവാദമായത്. സാമ്പത്തിക ശേഷിയില്ലെന്ന് പ്രചരിപ്പിച്ച കുടുംബം എങ്ങനെ വില കൂടിയ കാർ വാങ്ങി നൽകിയെന്ന ചോദ്യം ആദ്യം ഉയർന്നു. പിരിച്ചെടുത്ത പണത്തിൽ നിന്നാണ് കാർ വാങ്ങിയതെന്ന ആരോപണവും പിന്നാലെ വന്നു. ചികിത്സയ്ക്കായി ലഭിച്ച തുകയിൽ നിന്നും 1 രൂപ പോലും കാറിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഷമീർ കുന്നമംഗലം പറയുന്നത്. കുട്ടിയുടെ വീട്ടുകാരല്ല, കുടുംബാംഗങ്ങളാണ് തനിക്ക് 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ തന്നത്. പുതിയ ഇന്നോവയാണ് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഡെലിവേർഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ ആ ഒരു മോഡൽ വ്യാജമായി പ്രചരിപ്പിച്ചത്. സത്യത്തിൽ അത് MH മഹാരാഷ്ട്ര രജിസ്റ്റേർഡ് വണ്ടിയാണ്. 12 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ആ വണ്ടി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ വണ്ടി എനിക്ക് വേണ്ട, 2 വണ്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞ് 6 ലക്ഷം രൂപയോളം വില വരുന്ന വണ്ടി അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. കുട്ടിയുടെ ചികിത്സയ്ക്ക് സഹായ അഭ്യർത്ഥനയുമായി മുന്നിലുണ്ടായിരുന്നത് TB ഇബ്രാഹിം MLA ആണ്. എന്നാൽ ഇന്നോവ ക്രിസ്റ്റ ഇടപാടിൽ പങ്കില്ലെന്നും താക്കോൽ നൽകുന്ന ചടങ്ങിൽ വെച്ചാണ് അതേക്കുറിച്ച് അറിഞ്ഞതെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. എന്നോട് സംസാരിച്ചിട്ടില്ല, എന്റെ സമ്മതത്തോടുകൂടിയല്ല അവർ കൊടുത്തതും. വിവാദങ്ങളിൽ നിന്നും തടിയൂരുന്നതിന്റെ ഭാഗമായി ഷമീർ കുന്നമംഗലം ഇന്നോവ ക്രിസ്റ്റ രോഗിയുടെ ബന്ധുക്കൾക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഒരു വ്യാജ പ്രചരണമാവും അല്ലേ? ഞാനിവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോ, ഞാൻ ഈ ഒരു വിഷയത്തിൽ കണ്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ ആദ്യം തന്നെ വയ്ക്കാം. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്, ഷാമിൽ മോൻ്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപ പിരിച്ചു നൽകിയതിന് ഷാമിൽ മോൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹോപഹാരമായി ലഭിച്ച ഇന്നോവ ക്രിസ്റ്റ കാറിൻ്റെ ചാവി അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം ഏറ്റുവാങ്ങുന്നു, അഭിനന്ദനങ്ങൾ. ഇത് ഈ ഷമീർ കുന്നമംഗലത്തിനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന ഏതൊരു വ്യക്തിയും കാണുന്നത് എന്താ, ഇന്നോവ ക്രിസ്റ്റ ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറഞ്ഞ റിബണും പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും തോന്നില്ലടേ പുതിയ വണ്ടിയാണല്ലേ, പുതിയ വണ്ടിയാന്നുള്ള തോന്നി. പുതിയ വണ്ടി എന്നല്ല, നിങ്ങൾ തന്നെ ഒരു കോമൺ സെൻസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു കുട്ടിയുടെ അസുഖം, ആ അസുഖത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് നാടെല്ലാവരും ഒന്നിച്ച്, കാരണം ആ വീട്ടുകാർക്ക് 3 കോടി രൂപ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാവരും കൂടി ഒന്നിക്കുന്നു. ആദ്യം ഒരു 10-25 ലക്ഷം രൂപ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ള സമയത്താണ് ഇയാളെ വിളിച്ചു വരുത്തിയത്. ഇയാൾ വന്നു, ഇയാൾ ആ പൈസ ചെയ്തു കൊടുത്തു, എല്ലാം ഫൈൻ. പക്ഷെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ചാരിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, പ്രത്യുപകാരം അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ചാരിറ്റി എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പം ആ കുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഇനോവ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തരാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആ വേദിയിൽ വെച്ചിട്ട് നിങ്ങൾ നിരസിച്ചിട്ട് ഇതിന്റെ പൈസയും കൂടിയും ഇല്ലെങ്കിൽ നിങ്ങൾ വെച്ചോ, അല്ലെങ്കിൽ വേറെ കൊടുക്കുക, അതൊരു സാധനമാണ്. ലൈക്ക് അതാണ് അതിന്റെ ഒരു രീതി. ഇത് കൊടുത്ത വീട്ടുകാരുടെ ഒരു കഥ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശനം വീട്ടുകാർക്കാണ് പോകുന്നത്. അതായത് ഒരു ഇനോവ, ഇപ്പം എന്താ പറയുക, ഇതിന്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഇനോവയ്ക്ക് 30 ലക്ഷം ഒന്നും ഇല്ല, ഈ ഇനോവയ്ക്ക് ആകെ MH വണ്ടിയാണ്, 12 ലക്ഷം രൂപയുള്ളൂ എന്നൊക്കെ ഒരു സംഗതി ഇവർ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഈ 12 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഈ വ്യക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഇനോവ തിരിച്ച് അങ്ങോട്ട് ഒരു 5-6 ലക്ഷത്തിന് കൊടുത്തു, ഒരു 5 ലക്ഷം രൂപേനെ ഗ്യാപ്പേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ 5 ലക്ഷത്തിന്റെ ഉള്ളൂ എന്നല്ലേ പറയാം. 5 ലക്ഷം വലുതാണ്. ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. ചാരിറ്റി ഏറ്റവും നല്ല എന്താ, ആ 5 ലക്ഷം കൂടി ആ ചാരിറ്റിക്ക് കൊടുത്തൂടെ എന്നുള്ള ചോദ്യം നാട്ടുകാർ ചോദിക്കില്ല. ഇതിന് നാട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം എത്ര ചികിത്സകൾ 5 ലക്ഷത്തിന്റെ കുറവിൽ തന്നെ എത്ര ചികിത്സകൾ നടക്കാത്ത സമയമുണ്ട്. 5 ലക്ഷം നല്ല വാല്യൂ ഉണ്ട് എന്തായാലും. അതെ. അപ്പൊ എന്താണെങ്കിലും ഞാനിവിടെ ഈ സമീർ കുന്നമംഗലം ഇതിനെ കുറിച്ചിട്ട് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, 33 ദിവസമാണ് ഇവിടെ ഈ നാടിന്റെ കൂടെ ഞാൻ പ്രവർത്തിച്ചത്. രാവിലെ 9 മണിക്ക് വരും, രാത്രി 12 മണിക്കോ 1 മണിക്കോ പോവും. രാവിലെ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഭക്ഷണം കഴിക്കും, മൊമലി മാഷ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ആരാണോ ഭക്ഷണം തരുന്നത് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആ നാടിനോടൊപ്പം ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ് നമുക്കത് സമാഹരിക്കാനും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഏറെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയിൽ 3 കോടി സമാഹരിച്ചതിന് ശേഷം ജനകീയ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിൽ മെനിയാന്ന് മലബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രിയപ്പെട്ട കണക്കവതരണവും അതേപോലെ തന്നെ ഒരു യാത്രയപ്പ് ചടങ്ങും ജനകീയ കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. അന്ന് ആ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഒരു ഇന്നോവ നിർത്തിയിട്ടിരുന്നു. പക്ഷെ എന്റെ ഒരു സമയദോഷം, എന്റെ ഒരു കാലക്കേടില് ആ ഇന്നോവ ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. റിബൺ ഉണ്ടായിരുന്നു, പൂച്ചെണ്ട് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ നമ്പർ പ്ലേറ്റ് മറിച്ച് ജസ്റ്റ് ഡെലിവേർഡ്. ആളുകളെ മനസ്സിലതെന്തായി പോയി? ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുമ്പോൾ പുതിയൊരു വണ്ടിയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു കാര്യം നടന്നു. അങ്ങനെ ആ പ്രവർത്തനങ്ങൾ നടന്നു. അവിടെ കണക്കുകൾ അവതരിപ്പിക്കുന്ന സമയത്ത് വളരെ രീതിയിൽ തന്നെ പരസ്യമായി കൊണ്ട് തന്നെ അവിടെ ആ പ്രിയപ്പെട്ട ഷാമിലിന്റെ കുടുംബത്തിന്റെ പ്രതിനിധികൾ അവരെല്ലാവരും കൂടെ ഒരു സ്നേഹ സമ്മാനമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു കാറിന്റെ കീ അവിടെ വെച്ച് തന്നിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 33 ദിവസവും ആ എന്റെ വണ്ടി ഉപയോഗിച്ചത് എവിടെയാണ്? മുതുപറമ്പിലാണ്, മുണ്ടക്കുളത്താണ്. 2012 ഞാൻ ഉപയോഗിച്ച ഇന്നോവ ഡൽഹിയിൽ നിന്ന് 10-12 ആളുകൾ കൂടി ചേർന്ന് എനിക്ക് വാങ്ങിത്തരുന്നത്. ആ വണ്ടി അവിടെ നിന്ന് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞ 5-6 കൊല്ലം പ്രവർത്തിച്ചതും ഓടിയതുമൊക്കെ മറ്റുള്ളവരുടെ നാട്ടില് മറ്റുള്ളവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി. ആ ഇന്നോവ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് അറിയാം, ഇവിടുത്തെ കുടുംബങ്ങൾക്കൊക്കെ അറിയാം അതിന്റെ പ്രവർത്തനങ്ങളും പലപ്പോഴും പിന്നെ വർക്ക്ഷോപ്പിലാവുന്ന അവസ്ഥ ഒക്കെയുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു സർപ്രൈസ് പോലെ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായി കൊണ്ട് ഒരു കുടുംബത്തിന്റെ ചില ആളുകൾ, കുടുംബത്തിലെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് അവരുടെ ഒരു വകയായിട്ട് സ്നേഹ സമ്മാനമായിട്ട് ഒരു കാറിന്റെ ചാവി തന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ വന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഷാമിൽ മോന്റെ ഉമ്മയുടെ കൈകൾ കൊണ്ട്, ആരുടെ കൈകൾ കൊണ്ടായി പോയി കൊടുത്തത്? ഷാമിൽ മോന്റെ സാന്നിധ്യത്തിൽ ഷാമിൽ മോന്റെ ഉമ്മയുടെ കൈകൾ കൊണ്ടായിപ്പോയി. അത് വലിയ തരത്തിലേക്ക് വിവാദമുണ്ടാക്കി. പിന്നെ 10-30 ലക്ഷം രൂപയുടെ ഇന്നോവ അത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ്, ഇത്രയും പൈസ ഉള്ള ഒരു കുടുംബം എന്തിനാണ് ജനങ്ങളെ മുമ്പിലേക്ക് കൈനീട്ടിയത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിസന്ധികൾ കൊണ്ടുവന്നു. പ്രതിസന്ധി വരാതിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കി. പറയുമ്പോ തന്നെ നിങ്ങൾക്ക് തന്നെ കുറച്ചൊന്ന് ആലോചിച്ചാൽ പോരെ. ഒരു കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം വന്ന് നാട്ടുകാർ മൊത്തം സഹായം, നാട്ടുകാർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, ഗൾഫിൽ നിന്നുള്ളവരുണ്ട്, നാട്ടിൽ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തവരടക്കം വീഡിയോ കാണുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന സഹായം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാറുണ്ട്, ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട്. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി, ഓക്കെ, നല്ലത് വിചാരിച്ചിട്ടോ എന്തോ ആയി. ഇപ്പം ഇങ്ങനെ പറഞ്ഞ പോലെ ഇയാൾ ചാരിറ്റിക്ക് വേണ്ടി ഓടുന്ന ഇനോവയോ അല്ലെങ്കിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ പൗരസമിതിക്കാരോ ആരെങ്കിലും എന്താണെങ്കിൽ നിങ്ങൾ നാട്ടുകാർക്ക്, ഞാൻ പറയാലോ, ഈ ചാരിറ്റി പ്രവർത്തകർ സംഗതി മീഡിയേറ്റർ കളിച്ചാലും ഇവർ കൊണ്ട് അത്യാവശ്യം ഉപകാരം എല്ലാം നാട്ടിൽ അത്യാവശ്യമുള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇവർ ഇതിന്നൊരു പങ്ക് എടുത്താൽ തന്നെ അതിലും ഞാൻ എന്ത് പറയുന്നില്ല, അതൊരു പ്രശ്നമായിട്ട് ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് പറയണം. അതായത് എനിക്ക് ഇന്ന സാധനം, ഇപ്പം ഞാൻ ഇന്ന പ്രവർത്തിക്ക് വേണ്ടി വന്നു, ഞാൻ എൻ്റെ എല്ലാ കാര്യവും മാറ്റി വെച്ച് വരികയാണ്, എന്നിലൂടെയാണ് എന്ത് വരുന്നത്, വിശ്വാസതയിലൂടെയാണ് ഫണ്ട് വരുന്നത്, ഞാനിതേ പ്രവർത്തിക്കുന്നുണ്ട്, എനിക്ക് ഇത് ഇത്ര പെട്രോളിനൊരു എമൗണ്ട് വേണം, ഇതൊക്കെ പറയാം.
അതൊക്കെ ഒരു മാന്യതയാണ്. അപ്പം കാണുന്ന ജനങ്ങൾ ഓക്കെ അവൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാന്ന് വരും. ഇതെന്താ പറയുക, നിങ്ങളുടെ കംപ്ലീറ്റ് ഫേസും എങ്ങനെയാണ് വരുന്നത്? ചാരിറ്റി, നന്മമരം ഒക്കെയാണ് നിങ്ങളുടെ മുഖം വരുന്നത്. അങ്ങനെ നന്മമരം മുഖത്ത് ഒരു ഫേസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങളെ ക്രെഡിബിലിറ്റിയേക്കാൾ കൂടുതൽ ആ ഫാമിലി എന്ത് മണ്ടത്തരാണ് അവർ കാണിച്ചത്. അതെ, ആ കുട്ടീന്റെ ചികിത്സയ്ക്ക് സമയം കാണുന്നതിന് പകരം അത് ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു അവര്. അത് ഈ ഫാമിലി അല്ല, ബാക്കി കുടുംബക്കാരെ കുറിച്ച് നാട്ടുകാർ പറയുന്നതിന് ഒരു തെറ്റുതിൽ പറയാ. ബാക്കി നാട്ടുകാർ എന്താ പറയാ, ആ ഇത്രയും വലിയൊരു ഇനോവ മേടിച്ചു കൊടുക്കാൻ അവർക്ക് കുടുംബക്കാർക്ക് ബാക്കിയുള്ള പൈസ കൊടുത്തുകൂടെ? ചോദിക്കാതിരിക്കില്ല നാട്ടുകാര്. പിന്നെന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ് പല രീതിയിലും കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. പലരും ചാരിറ്റി ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരൊക്കെ നന്മമരം കളിച്ചിട്ട് മത്സരിക്കാണ്. ഞാനാണ് ഏറ്റവും വലിയ നന്മമരം കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളായിട്ട് നടക്കുമ്പോ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നിൽക്കണതിന് ഏറെടുത്ത് അടിച്ച് പൊട്ടിക്കാൻ. ഇപ്പൊ നിങ്ങൾ ഈ ചെയ്ത 3 കോടി, നിങ്ങൾ പിരിച്ചുണ്ടാക്കിയ 3 കോടി രൂപ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സഹായമൊക്കെ വെറും വെള്ളത്തിൽ വരച്ച ഇതേപോലുള്ളൊരു കാര്യം പുറത്തു വന്ന ഇനി ഇതും കൂടി കേട്ടോ. ഒരുപാട് ദിവസം രാപ്പകലില്ലാതെ ഷാമിൽ മോന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മളിൽ ഒരുവനായി രാവിലെ മുതൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഓടി നടന്ന് ഷാമിൽ മോന് വേണ്ട പണം 3 കോടി ഏകദേശം 30 ലക്ഷം രൂപയോളം 33 ദിവസം കൊണ്ട് സമാഹരിച്ചിട്ടുള്ള, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനുള്ള ഒരു സ്നേഹോപഹാരം ഇത് നൽകുന്നത് ഇവരുടെ കുടുംബാംഗങ്ങളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, പിരിക്കപ്പെട്ട പൈസയിൽ നിന്ന് 1 രൂപ പോലും ഇത്തരം ആവശ്യങ്ങൾക്ക് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിന് അവരുടെ കുടുംബങ്ങളും ജാസീറുടെ മറ്റു ബന്ധുക്കളും കൂടി ചേർന്നുകൊണ്ട് ഒരു ചെറിയ സ്നേഹോപഹാരം ഇവിടെ സമർപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി നിങ്ങൾ എനിക്ക് സ്നേഹ സമ്മാനം ഒരു വണ്ടി തന്നു. 2 വണ്ടിയുടെ ആവശ്യം എനിക്കില്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2012 ഇന്നോവ കാറ് പ്രിയപ്പെട്ട 5-10 പേര് കൂടി എടുത്തൊരു വണ്ടിയാണ്. ഡൽഹിയിൽ നിന്നാണ് എടുത്തത്. ആ വണ്ടിയുടെ താക്കോൽ ഞാൻ പ്രിയപ്പെട്ട MLA തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. 2 വണ്ടിയുടെ ആവശ്യമില്ല. അത് മാത്രമല്ല, വലിയ നിറഞ്ഞ സ്നേഹം നിങ്ങൾ തിരിച്ചു കാണിക്കുമ്പോ ആ ഒരു കാര്യം കൂടി ഞാൻ തിരിച്ചേൽപ്പിക്കുകയാണ്. പൊന്നുപോലെ കൊണ്ടുകിടന്ന ആ വണ്ടി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ വണ്ടിയുടെ ചാവിയും കൂടി സങ്കടത്തോടും സന്തോഷത്തോടും കൂടി MLA ഏൽപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വണ്ടി 2017 കൃഷ്ണയാണ്. ആ വണ്ടിയുടെ വില ഉസ്താദെ 12 ലക്ഷത്തോളം രൂപയാണ്. 6 ലക്ഷത്തോളം രൂപയുടെ വണ്ടി, ഞാൻ ഉപയോഗിച്ച വണ്ടി ആ പ്രിയപ്പെട്ട ആളുകൾക്ക് അതിനൊരു ഒരു തുക വെച്ചുകൊണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഈ ഒരു വിഷയം സ്നേഹസമ്മാനമായിട്ട് അവർ നൽകിയത് പരസ്യമായിട്ടായിരുന്നു. പരസ്യമായി ജനങ്ങളെ മുമ്പിലേക്ക് കാണിച്ചുകൊണ്ടായിരുന്നു. ഇത് രഹസ്യമായിട്ട് അവർക്ക് നൽകാമായിരുന്നു. ഞാൻ അവരോട് പല തവണയായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് തമാശക്കൊക്കെ പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ പോണ സമയത്ത് വക്കീലിനെ യാത്രയാക്കുമ്പോൾ ആ ചെറിയ ഇന്നോവ മാറ്റി ആ പൊട്ടിപ്പൊളിഞ്ഞ എന്നെ കളിയാക്കലേ എങ്ങനെ ഇതിലൊക്കെ പോണേന്ന് പറഞ്ഞിട്ട് പൊട്ടിപ്പൊളിഞ്ഞ മാറ്റി പോണ സമയത്ത് ഒരു അത്യാവശ്യം നല്ലത് ചെറിയൊരു മോഡൽ ഞങ്ങൾ വാങ്ങിത്തരുന്ന തമാശ പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞത് അങ്ങനെ തരുന്നുണ്ടെങ്കിൽ 1 രൂപ ഇതിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഷാമിൽ മോന്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് 1 രൂപ എടുക്കാൻ പാടില്ല. അതിന് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾക്ക് നീക്കാം. ഇനി അങ്ങനെ നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തരണം? പരസ്യമായിട്ട് തരണം. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയായിരുന്നു. രഹസ്യമായിട്ട് എനിക്ക് വാങ്ങിയിട്ട് വണ്ടിയൊക്കെ വാങ്ങായിരുന്നു. ശരി, അപ്പൊ മൂപ്പര് അറിയാഞ്ഞിട്ടല്ല, മൂപ്പര് അറിഞ്ഞിട്ടുണ്ട്. മൂപ്പരോട് ഫാമിലി പറഞ്ഞിട്ടുണ്ട്. അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പരസ്യം സംഗതി മൂപ്പര് വിചാരിച്ചത് ഇങ്ങനെ ഒരു സംഗതി, ഒരു എന്താ പറയാ, ഇത്രയും കോടി രൂപ പിരിച്ചു കൊടുത്തല്ലോ, 1 മാസം കൊണ്ട് 3 കോടി പിരിച്ചു കൊടുക്കാൻ മൂപ്പരെ കൊണ്ട് പറ്റി. മൂപ്പര് വിചാരിച്ചിട്ടുണ്ട് വലിയ വിവാദമൊന്നും ആവില്ല, എല്ലാരും ഭയങ്കര കയ്യടി കൊടുക്കുന്നൊക്കെ വിചാരിച്ചു ചെയ്തായിരുന്നു. അപ്പൊ അറിയാതെ അല്ല, അറിഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾക്ക് കൂലി വാങ്ങാം, വേണ്ടെന്ന് പറയില്ല. പക്ഷെ ചാരിറ്റി എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിനൊരു കൂലി അതൊരിക്കലും അല്ലേ. ചാരിറ്റി എന്ന് പിന്നെ അതിന് പറയരുത്. ഞാൻ പലപ്പോഴായിട്ട് പണ്ടും ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇതേപോലെയുള്ള ആളുകളുടെ കോണ്ടന്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ചാരിറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ, നന്മമരം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇവരെപ്പോഴും മീഡിയേറ്റേഴ്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതൊരു മോശം ടേം ഒന്നും ഇല്ലല്ലോ, ആണോ? അതായത് 2 ഭാഗം കണക്ട് ചെയ്യുക.
അത് വലിയ കഴിവ് തന്നെയാണ്. ഭയങ്കര വലിയ കഴിവാണ്. കാരണം അവരവരുടെ കോണ്ടാക്റ്റും അവരുടെ ക്രെഡിബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് അവർ ആളുകളിൽ നിന്ന് ഈ ഫണ്ട് എവിടെ എത്തിച്ചു കൊടുക്കുന്നത്, രോഗിയുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇവിടെ ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ നാട്ടുകാരെയോ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്നവരെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ന്യൂസ് ആക്കിയവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇയാള് കൊറേ നേരിട്ട് ഇയാളുടെ സ്വന്തം വണ്ടി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കൊറേ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് മൂപ്പര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ നന്മയുടെ വാക്കുകൾ ഇറക്കി പറയും. അതൊക്കെ ഫൈൻ, അതൊക്കെ സമ്മതിച്ചോളൂ. കാരണം ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഉപകാരം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നമുക്കൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയൊക്കെ ചെയ്യുന്ന ആളുകളാകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കുറച്ചൊരു ഒരു കാര്യത്തിനെ കുറിച്ച് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് കുറച്ചൊരു ബുദ്ധിയും വിവേകം. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അവർ വിചാരിച്ചെന്തല്ലേ, ഈ അഡ്വക്കേറ്റ് വിചാരിച്ചെന്തല്ലേ, പുറത്ത് വെച്ച് ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വലിയ സംഭവമാവും, എല്ലാവരും നല്ല കയ്യടി കിട്ടും എന്നാണ് അയാൾ വിചാരിച്ചത്. പക്ഷെ അത് പാളിപ്പോയി. അതുണ്ടായത് ഒറ്റ പാളിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇനിയിപ്പോ മൂപ്പര് ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും മൂപ്പർക്ക് പേരും വീഴും ഇന്നോവ. ഉറപ്പാണ്. അല്ല പിന്നെ ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വേണ്ടിയിട്ടാണ് കാര്യമുണ്ട്. ഇതിലിപ്പോ ഇവര് പറയുന്ന പോലെ 12 ലക്ഷം രൂപയുടെ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന് മൂപ്പര് ഓൾറെഡി ഉപയോഗിച്ചിരുന്ന വണ്ടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു 5-6 ലക്ഷം രൂപ കുറയും, പിന്നെ ഒരു 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ ഇതിലുള്ളൂ എന്നൊക്കെ പറയുന്നത് നാട്ടുകാർക്ക് ദഹിക്കില്ല. മനസ്സിലായോ? നാട്ടുകാർ ചിന്തിക്കില്ല. നാട്ടുകാർ ഇപ്പൊ ഇവരെത്ര പറഞ്ഞാലും ഇത് ഷാമിൽ മോന്റെ പൈസ എടുത്തതല്ല, ഓക്കെ, ഇത് കുടുംബക്കാരിട്ടാന്ന് പറയുമ്പോ കുടുംബക്കാർക്കാണ് ചീത്ത ദഹിക്കുക. പിന്നെ ബാക്കി ഇത്രയും പൈസ ഉണ്ടായിട്ട് കുടുംബക്കാരാണോ ഇത് സഹായിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് ആ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. അപ്പൊ ഞാൻ എന്താ പറയുക, ചാരിറ്റി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ചാരിറ്റി ചെയ്യുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല. ചാരിറ്റി ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ. നിങ്ങൾ ചിലപ്പോൾ ചാരിറ്റിയിലൂടെ മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ വളരെ മാന്യമായിട്ട് ചാരിറ്റി ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് ചോദിക്കുക മേടിച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഉണ്ടോ? ഇല്ല. പക്ഷെ അതിപ്പോ ഇവിടെ ഫുള്ള് പറഞ്ഞ അതാണ്. അത് ഞാൻ അത്ഭുതപ്പെട്ടു. നിന്ന് മാറും. വേറെ ആൾക്ക് 10-11 ആൾക്കാർ അവിടെ ഡൽഹിയിൽ നിന്ന് പോയി കൊണ്ടുവന്നു, ഞാൻ കഷ്ടപ്പെട്ട് ഓടിച്ചു, ഞാൻ അവിടെ വണ്ടി പൊളിഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം ഇവര് തന്നു, അങ്ങനെ പറഞ്ഞു. അപ്പൊ അയാളുടെ കഥയും കൂടിയാണ് അതിന്റെ ഇടയിൽ കൂടെ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് തന്നൊരു സമ്മാനത്തിന് ഇങ്ങനെ എല്ലാവരും ആൾക്കാർ ഇങ്ങനെ കണ്ടു എന്ന രീതിയിലും അയാൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ വ്യാജ പ്രചരണം, എന്ത് വ്യാജം, ഇത് വ്യാജവും ഇല്ല. ജസ്റ്റ് ഡെലിവർ എന്ന് പറഞ്ഞിട്ട് കാറ് വെച്ചത് അവരാണ്, അത് വാങ്ങിയത് നിങ്ങളാണ്. വിവാദമായപ്പോ നിങ്ങളത് തിരിച്ചു കൊടുത്തു. ഓക്കെ, വിവാദമാവില്ല എന്ന് വിചാരിച്ചത് നിങ്ങളാണ്. അതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്, നാട്ടുകാരുടെ പ്രശ്നമല്ല. അപ്പൊ എന്താ പറയാ, ചാരിറ്റി ചെയ്യാതിരിക്കുക അതൊക്കെ ഒരു മനുഷ്യന്റെ താല്പര്യമാണ്. അത് 4 ആൾ അറിഞ്ഞ് ചെയ്യുക, 4 ആൾ അറിയാതെ ചെയ്യുന്നതൊക്കെ ഒരാളുടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അയാളുടെ താല്പര്യമാണ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, നമ്മളെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ചെയ്യാം, പ്രതീക്ഷിക്കാതെ ചെയ്യാം. പ്രതീക്ഷിപ്പ് പറഞ്ഞ പോലെ അത് ചെയ്തിട്ട് പിന്നെ പെട്രോൾ അടിച്ച കണക്കും അതും ചെയ്യുന്നത് എനിക്ക് വലിയ സപ്പോർട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം പറയണം അങ്ങനെയാണ്, പെട്രോളും കാര്യങ്ങളും കണക്കുകളും ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണക്കുകൾ അല്ലെങ്കിൽ ഇന്ന പൈസ കിട്ടുമ്പോ ഒരു കുറച്ച് സമ്മാനിക്കുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത്ര പൈസ ചെലവാക്കി എന്റെ വണ്ടി ഒളിഞ്ഞു പോയി, എന്റെ റോഡ് ഇങ്ങനെയായിരുന്നു, എന്റെ സീറ്റ് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കയ്യിൽ നിന്ന് പോയൊരു ചാരിറ്റി ഇന്നോവയുടെ പേരിൽ എയർലൈൻ ഇയാള് കേൾക്കണേക്കാ പ്രശ്നം ആ വീട്ടുകാർ കേൾക്കേണ്ട ഒരു അവസ്ഥയാണ്. വീട്ടുകാരിലെ ഏതെങ്കിലും കൂട്ടക്കാരോ കുടുംബക്കാരോ ചെയ്ത പരിപാടി ആയിരിക്കും, അവരും ആളാവാൻ ചെയ്തതായിരിക്കും. അവര് കാരണം ഇപ്പൊ എന്താ പറയുക, ഇനിയിപ്പോ ഈ കുട്ടിക്ക് മുന്നോട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നാട്ടുകാർ ഇനി ആ കുടുംബത്തിനെ ഈ നോവലിലൂടെ സഹായിക്കില്ല. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ തന്നെ MLA കൈ ഒഴിഞ്ഞു. MLA ആണ് മുൻകൈ എടുത്തിട്ട് അതിനൊക്കെ നിന്നത്. കുറെ ഫൈറ്റ് ഞാൻ കണ്ടു. MLA കുറെ പേരിൽ MLA പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞു. പക്ഷെ അയാളാണ് മുൻകൈ എടുത്തതൊക്കെ ഇറങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ അധ്യക്ഷനായി കൊണ്ടുപോയി വെക്കൂടി. ഇങ്ങനത്തെ പരിപാടി ഉണ്ടാകുമ്പോൾ നാട്ടിൽ അധ്യക്ഷനായിട്ട് MLA കൊണ്ടുപോയി അങ്ങനെ ഫുള്ളായിട്ട് അറിയണമെന്നില്ല. എന്താണെങ്കിലും അങ്ങനെ ഇന്നോവ കാര്യം പറഞ്ഞ് ഒരു ചാരിറ്റി നന്നോരം ഏറെ കയറി